എല്ലാവർക്കും ഇൻസൈറ്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കളംകാവിൽ, ബാന്ദ്ര എന്നീ സിനിമകൾ ഉൾപ്പെടെ 6 പുതിയ സിനിമകളുടെ OTT അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയെക്കുറിച്ചാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി ബബിത ബഷീർ നായികയായി പുറത്തിറങ്ങിയ മലയാളം സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. തിയേറ്ററിൽ ചിത്രം ഫ്ലോപ്പായിരുന്നു. ഫാസിൽ മുഹമ്മദ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി പുറത്തുവന്നിരിക്കുകയാണ്. മനോരമ മാക്സ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ വരുന്ന വെള്ളിയാഴ്ച ഡിസംബർ 12-ന് മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്യും. അടുത്ത അപ്ഡേറ്റ് കാന്ത എന്ന സിനിമയെക്കുറിച്ചാണ്. ദുൽഖർ നായകനായി എത്തിയ ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് കാന്ത. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് സെൽവമണി സെൽവരാജ് ആണ്. ഇത് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്. ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സ് സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം വാങ്ങിച്ചിരിക്കുകയാണ്. ഒഫീഷ്യൽ റിപ്പോർട്ട് പ്രകാരം ഡിസംബർ 12-ന് വരുന്ന വെള്ളിയാഴ്ച ചിത്രം നെറ്റ്ഫ്ലിക്സ് വഴി മലയാളം ഉൾപ്പെടെ പാൻ ഇന്ത്യൻ ഭാഷകളിൽ സ്ട്രീം ചെയ്യുമെന്നാണ്. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ OTT അപ്ഡേറ്റ്സിനായി. അടുത്ത അപ്ഡേറ്റ് അന്ധകാര എന്ന സിനിമയെക്കുറിച്ചാണ്. മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നും ഈ ആഴ്ച OTT റിലീസ് പ്ലാൻ ചെയ്യുന്ന മറ്റൊരു മലയാളം സിനിമയാണ് അന്ധകാര. ധീരജ് ഡെന്നി നായകനായി സനൽ സംവിധാനം ചെയ്ത സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം ഇപ്പോൾ സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം വാങ്ങിച്ചിരിക്കുകയാണ്. ചിത്രം വരുന്ന വെള്ളിയാഴ്ച സെപ്റ്റംബർ 12-ന് സ്ട്രീം ചെയ്യുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റ് വിലായത്ത് ബുദ്ധ എന്ന സിനിമയെക്കുറിച്ചാണ്. ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത് കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട മലയാളം സിനിമയാണ് വിലായത്ത് ബുദ്ധ. ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരനാണ് നായകനായി എത്തുന്നത്. അങ്ങനെ ഈ സിനിമയുടെയും OTT റിലീസ് പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ഒഫീഷ്യലായി സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ ഈ വരുന്ന ക്രിസ്മസ് നാളുകളിൽ വിലായത്ത് ബുദ്ധ ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യും. മലയാളം ഉൾപ്പെടെ പാൻ ഇന്ത്യൻ ഭാഷകളിലാണ് സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത പേജ് കളംകാവൽ എന്ന സിനിമയെക്കുറിച്ചാണ്. മമ്മൂക്ക, വിനായകൻ എന്നിവർ തകർത്തഭിനയിച്ച് കഴിഞ്ഞയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തി ഹെവി പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുത്ത ക്രൈം ത്രില്ലർ മലയാളം സിനിമയാണ് കളംകാവൽ. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ 50 കോടിക്ക് മുകളിൽ കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത്. എന്നാൽ ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് സിനിമയുടെ OTT റിലീസിനായാണ്. ഇപ്പോഴത്തെ അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. സോണി ലിവുമായി സിനിമയുടെ OTT ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ ജനുവരി മാസത്തോടെ മാത്രമായിരിക്കും കളംകാവൽ സോണി ലിവ് വഴി OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയെക്കുറിച്ചാണ്. ദിലീപ് നായകനായി 2023 അവസാനം തിയേറ്ററുകളിലേക്ക് എത്തി അരുൺ ഗോപി സംവിധാനം ചെയ്ത മാസ് ആക്ഷൻ ത്രില്ലർ മലയാളം സിനിമയാണ് ബാന്ദ്ര. സിനിമയിൽ തമന്നയും ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ചിത്രം ഇറങ്ങി 2 വർഷം പിന്നിട്ടിട്ടും ഇതുവരെ ഒരു OTT റിലീസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴത്തെ കാത്തിരുന്ന ആരാധകർക്ക് സന്തോഷ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ദിലീപിന്റെ കേസ് വിധി പോസിറ്റീവ് ആയതോടെ ബാന്ദ്രയുടെയും OTT അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ. C5 സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ ഈ വരുന്ന മാസം അവസാനത്തോടെ C5 വഴി ബാന്ദ്ര OTT റിലീസ് ചെയ്തേക്കും. ഇത് തികച്ചും ഒരു അൺഒഫീഷ്യൽ റിപ്പോർട്ടാണ്. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ OTT അപ്ഡേറ്റുകൾക്കായി. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.